പ്രിയപ്പെട്ട കുട്ടികളെ, കെമിക്കൽ കൈനറ്റിക്സിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആശയങ്ങളൊക്കെ തന്നെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയോ? അസൈൻമെൻറ്റൊക്കെ ചെയ്ത് ടീച്ചേഴ്സിന് കൊടുത്തുവോ? സംശയം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന അസൈൻമെൻറ്റിൻ്റെ ആൻസർ ഒന്ന് നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് പരിശോധിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ് X to Y follows second order kinetics. If the concentration of X is increased to 3 times, how will it affect the rate of formation of Y? Okay, നമുക്ക് ആൻസർ നോക്കിയാലോ. The reaction X gives Y follows second order kinetics. Therefore, the rate equation for this reaction is rate is equal to K into X square. അപ്പോൾ എക്സിനെ നമ്മൾ എ മോളെന്ന് അസ്യൂം ചെയ്തിട്ട് rate expression K into A square. If the concentration of X is increased to 3 times, അങ്ങനെയായിരുന്നില്ലേ ചോദ്യത്തിൽ, then X is equal to 3A mole liter inverse. Okay. Now the rate equation will be rate is equal to K into 3A the whole square. Okay. Answer is 9K A square. So hence the reaction rate of formation of the reaction will increase by 9 times. ശരിയായിരുന്നോ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം? ഓക്കെ, നമുക്കിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റേറ്റ് എക്സ്പ്രഷൻ്റെ തുടർച്ചയായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ റേറ്റ് എക്സ്പ്രഷൻ എന്നാൽ റിയാക്ഷൻ്റെ റേറ്റും കോൺസെൻട്രേഷനുമായിട്ടുള്ള ബന്ധം കാണിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് അല്ലേ. അപ്പോൾ റേറ്റ് എക്സ്പ്രഷനെ നമ്മൾ ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷനായിട്ടും എഴുതിയിരുന്നു, ശരിയല്ലേ? അതിനന്നൊരു ഉദ്ദേശവും നമ്മളവിടെ പറഞ്ഞിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ശരിക്കും ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ ടാൻജൻറ്റ് വരച്ചുകൊണ്ട്, ഗ്രാഫിലൊരു കർവ് പോയിൻറ്റിലൊരു ടാൻജൻറ്റ് വരച്ചുകൊണ്ടാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇതൊക്കെ തന്നെ നമ്മുടെ റേറ്റ് ലോയുടെയും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെയും ഒക്കെ പഠനത്തിന് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ പല ഓർഡറിലുള്ള റിയാക്ഷൻ്റെത് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കുമല്ലോ സ്ക്രീനിലേക്ക്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അപ്പോൾ എന്തിനാണ് റിയാക്ഷനെ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്നാണ് സ്ലൈഡിലുള്ളത്. ആൻ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ദ ഡിപ്പെൻഡൻസ് ഓഫ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ഈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. Instantaneous rate of reaction is expressed as the slope of the tangent at any instant of time in the concentration time graph. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. Hence, it is very difficult to determine the rate of reaction from the concentration time graph. Therefore, we integrate the differential rate equation to obtain a relation between the concentration at different points and rate constant. This equation is known as integrated rate equation. For reactions of different order, we observe different integrated rate equations. നമുക്കത് ഓരോന്നായി അടുത്ത വരുന്ന സെഷനുകളിൽ പരിശോധിക്കാം. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ. സീറോ ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ സീറോ ഓർഡറിൻ്റെത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, റെഡിയല്ലേ? കൂടെ എഴുതുമല്ലോ ടീച്ചറുടെ ഒപ്പം? ശരി. അപ്പോൾ നമുക്ക് സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കിയാലോ. സോ കൺസിഡർ എ ജനറൽ റിയാക്ഷൻ. R gives P. ഓക്കെ, റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ, റേറ്റ് എക്സ്പ്രഷൻ നമുക്കറിയാം. റേറ്റ് ഈസ് ഈക്വൽ ടു K into concentration of R raised to 0. ശരിയല്ലേ? ഇത് നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിൽ എങ്ങനെ എഴുതാം? d/dt. അപ്പോൾ നമ്മളവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കുന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. മൈനസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു K into concentration ഓഫ് R raised to 0. എന്താ R raised to 0 വരാൻ കാരണം? നമ്മൾ സീറോ ഓർഡർ റിയാക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ്റെ പവർ 0 ഓക്കെ, അപ്പോൾ എനി ക്വാണ്ടിറ്റി റേസ് ടു 0 നമുക്കറിയാം 1 ആണെന്ന്. ദാറ്റ് ഈസ് ഈക്വൽ ടു K into 1 which is equal to K.
ഇനി ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. dr ഈസ് ഈക്വൽ ടു, ഈ മൈനസ് സൈൻ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുന്നു, മൈനസ് കെ ഡി ടിയും അപ്പുറത്ത് കൊണ്ടുപോകുന്നു, കെ ഡി ടി. ഈ സ്റ്റെപ്പിൽ വെച്ചാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻ്റഗ്രൽ ഡി ടി. കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രലിന് പുറത്തെടുത്തത്. ഇനി ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഇൻ്റഗ്രൽ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. Therefore, integral dr നമുക്ക് എന്തെന്ന് എഴുതാം? Integral dr is equal to r is equal to minus k integral dt is t. Constant of integration നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം കൊടുക്കുന്നു, plus I constant of integration. Let this be equation number 1. Okay. ഇനി ഇവിടെ നമ്മൾ at time t equals 0, when t equals 0, അതായത് റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് R ഈക്വൽസ് R0. സോ നമുക്ക് ഇക്വേഷൻ 1 എങ്ങനെ എഴുതാം? R0 ഈക്വൽസ് മൈനസ് k ഇൻറ്റു 0 പ്ലസ് I. ശരിയല്ലേ? ഓർ k ഇൻറ്റു 0 0 ആണ്. അവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കിട്ടും. I ഈസ് ഈക്വൽ ടു R0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. So, substituting equation number 2 in 1, what we will get? Equation number 2 എന്തായിരുന്നു? Concentration of R is equal to minus KT plus നമ്മുടെ ഐയുടെ വാല്യൂ ഇപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? Concentration of R 0. ശരിയല്ലേ? അപ്പോൾ ഇവിടെ വെച്ച് വേറൊരു കൺസെപ്റ്റ്, ഈ ഇക്വേഷൻ നമുക്ക് നമ്പർ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഈ ഇക്വേഷൻ നമ്പർ 3ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അത് നമ്മൾ അടുത്ത സെഷനിൽ അതിൻ്റെ ഒരു അനാലിസിസ് ഗ്രാഫിക്കലി പറയുന്നുണ്ട്. അതായത് ഈ ഇക്വേഷൻ നമ്മുടെ y ഈക്വൽസ് എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ സിമിലറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് R അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എഗൻസ്റ്റ് ടൈം ഗ്രാഫ് വരച്ചാൽ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയും ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -k ആണ്. അപ്പോൾ ഗ്രാഫ് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഇനി ഇത് നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഫോമിലേക്ക് എഴുതുകയാണ്. KT ഈസ് ഈക്വൽ ടു R0 മൈനസ് R, ഓർ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. K ഈസ് ഈക്വൽ ടു R0 മൈനസ് R ഡിവൈഡഡ് ബൈ T. So, this is integrated rate expression for zero order reaction. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ ഗ്രാഫ് ഒന്ന് നേരിട്ട് കണ്ടാലോ? നോക്കാം. ഓക്കെ, സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് വേരിയേഷൻ ഇൻ ദ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം പ്ലോട്ട് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. കോൺസെൻട്രേഷൻ ഓഫ് R എഗൻസ്റ്റ് ടൈം ഗ്രാഫാണ്. ഇതിൻ്റെ സ്ലോപ്പ് വാല്യൂ അല്ലെങ്കിൽ k വാല്യൂ ഈസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ്, ഓർ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -k. നമ്മൾ നേരത്തെ ഡെറിവേഷനിൽ ഇടയ്ക്കുള്ള ഇക്വേഷനിൽ കണ്ടതാണ്. അതുപോലെ ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്
കോൺസെൻട്രേഷൻ ആർ സീറോയുമാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ശരി, നമുക്കിനി ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ എക്സാമ്പിൾ ഒന്ന് നോക്കണം. നോക്കൂ, എക്സാമ്പിൾസ്: ഹൈഡ്രോജിനേഷൻ ഓഫ് എത്തീൻ C2H4 plus H2 gives C2H6, rate is K into C2H4 raised to 1. അതുപോലെ all natural and artificial radioactive decay of unstable nuclei എല്ലാം ഫസ്റ്റ് ഓർഡറിലാണ് നടക്കുന്നത്. അവിടെ റേഡിയത്തിൻ്റെ ഒരു ഡീകേ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു RA. അതുപോലെ ഡീകമ്പോസിഷൻ ഓഫ് N2O5, N2O ഇതൊക്കെ തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, നമുക്കിനി അതിൻ്റെ റേറ്റ് എക്സ്പ്രഷനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നോക്കിയാലോ. ശരി, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനാണ് ഇനി അടുത്ത് ഡിറൈവ് ചെയ്യുന്നത്. ടീച്ചറുടെ കൂടെ എഴുതി വരുമല്ലോ, ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കറിയാം റേറ്റ് ഈസ് ഈക്വൽ ടു minus d by dt of r, which is equal to K into concentration of r raised to 1. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ ടേം റേസ് ടു 1 ആണ് പവർ വരെ. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ സീറോ ഓർഡറിൽ ചെയ്ത പോലെ തന്നെ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണേ. ദാറ്റ് ഈസ് മൈനസ് dr by r equals K into dt. അല്ലെങ്കിൽ ഈ മൈനസ് സൈൻ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ dr by r equals minus K dt. ഇനി നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രൽ dr by r equals minus K ഇൻ്റഗ്രൽ dt. ഇവിടെയും ഒരു ലോഗരിതമിക് പ്രിൻസിപ്പിൾ നിങ്ങൾ അറിയണം. ഇൻ്റഗ്രൽ 1/x dx ഈസ് ഈക്വൽ ടു, ഇതൊരു പുതിയ ടേമാണ്, ln നാച്ചുറൽ ലോഗരിതം ആണ് ln x പ്ലസ് I കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ എന്തായിരിക്കും കിട്ടുക? ഇൻ്റഗ്രൽ dr ബൈ r മീൻസ് 1/r dr ആണ്. ദാറ്റ് ഈസ് ln r ഈക്വൽസ് മൈനസ് k. ഇത് നേരത്തെ ടേം തന്നെയാണ്. ഇൻ്റഗ്രൽ dx നമ്മുടെ x തന്നെയാണ്, അതുകൊണ്ട് k ഇൻറ്റു t പ്ലസ് I. ഇക്വേഷൻ നമ്പർ 1 ആണിത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നേരത്തെ പോലെ ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വെൻ t ഈക്വൽസ് 0 r ഈക്വൽസ് r0. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? നമ്മുടെ നേരത്തെ ടേമിൽ ln ഇൻസ്റ്റെഡ് ഓഫ് r at time t equals 0 r0 is equal to minus k into tയുടെ വാല്യൂ 0 ആണ് പ്ലസ് I, or k into 0 is 0, therefore what is the value of I is equal to ln r0. Let this be equation number 2. ഇനി നമ്മൾ അടുത്ത് എന്തായിരിക്കും ചെയ്യുക? ഇക്വേഷൻ നമ്പർ 2നെ 1ലേക്ക് കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 in 1. Then what will we get? ln
R is equal to minus KT plus ln ഐയുടെ വാല്യൂ ആണത് ln R0. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 ആണ് ഇത്. ഈ ഇക്വേഷനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ ഇതിൻ്റെ ഗ്രാഫ് പറയുന്നുണ്ട്. ദിസ് ഓൾസോ ഈസ് സിമിലർ ടു y = mx + c ആണ്. അപ്പോൾ ഇതിൻ്റെയും ഗ്രാഫിക്കൽ അനാലിസിസ് നമ്മൾ അടുത്ത സെഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ഇക്വേഷനെ കെ ടിയുടെ ടേമിൽ എഴുതുവാണ്. കെ ടി ഈസ് ഈക്വൽ ടു ഒന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ln ശരിയാണ്, ln R0 മൈനസ് ln R. കറക്റ്റ്. ഇനി ഫൈനലി ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് നാച്ചുറൽ ലോഗ് ln k ഈസ് ഈക്വൽ ടു ln R0 മൈനസ് ln R ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, ഇനി ഇവിടെ ലോഗരിതത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ കൂടി പറയുകയാണ്. ln a മൈനസ് ln b ഈസ് ഈക്വൽ ടു ln a ബൈ ബി ആണ്. a ബൈ ബി ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/t ln ഇവിടെ എക്ക് പകരം വരുന്നത് R0 ആണ്, ബിക്ക് പകരം വരുന്നത് R. ഈ R0 R ഒക്കെ എന്താണെന്ന് അറിയുമല്ലോ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ് വെൻ ടൈം t = 0, R അറ്റ് ടൈം ടിയിലും. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ എന്തിൻ്റെ ടേമിലാണ് കിട്ടിയിരിക്കുന്നത്? നാച്ചുറൽ ലോഗിൻ്റെയാണ്. ഇനി ഈ നാച്ചുറൽ ലോഗിനെ ലോഗരിതം ടു ദ ബേസ് 10 ആക്കാൻ 2.303 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഫൈനലി റേറ്റ് എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ലോഗരിതം ടു ദ ബേസ് 10 ഈസ് k ഈസ് ഈക്വൽ ടു 2.303 by t log concentration of R0 by concentration of R. So this is the integrated rate expression for first order reaction. ഓക്കെ, ഇനി നമുക്ക് ആ ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും മറ്റൊരു ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്യേണ്ടതുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഒരിക്കൽ കൂടി എഴുതുകയാണ്. പറയുമല്ലോ നിങ്ങൾ, ln R ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ln R0. ഓക്കെ, ഇവിടെ വെൻ t ഈക്വൽസ് t1 R ഈക്വൽസ് R1. ഓക്കെ, അതുപോലെ t ഈക്വൽസ് t2, രണ്ട് ഡിഫറൻറ്റ് ടൈം ഇൻ്റർവെൽസിലുള്ള റേറ്റ് എക്സ്പ്രഷനാണ്. R ഈക്വൽസ് R2. അപ്പോൾ ഈ R1ൻ്റെയും R2ൻ്റെയും വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുകയാണ്. ഓക്കെ, ln R1 is equal to minus k t1 plus ln R0. അതുപോലെ ln R2 is equal to minus k t2 plus ln R0. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ln R1 മൈനസ് ln R2 ഈസ് ഈക്വൽ ടു ln R1 എന്താണ് നമ്മൾ എഴുതിയത്? മൈനസ് കെ ടി 1 പ്ലസ് ln R0. ബ്രാക്കറ്റിനകത്ത് ഇടാം, ഇതൊരു ടേമാണ്. മൈനസ് വീണ്ടും ബ്രാക്കറ്റിനകത്ത് മൈനസ് കെ ടി 2 പ്ലസ് ln R0.
0. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെന്ന് എഴുതാം, ln R1 by R2 is equal to K T2 minus T1, or K is equal to 1 by T2 minus T1 ln R1 by R2. ഈ ഇക്വേഷൻ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇനി നമുക്ക് അടുത്തതായി ഇതിൻ്റെ ഗ്രാഫുകളൊന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ രണ്ട് ഗ്രാഫുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇടതുവശത്തുള്ളത് എ പ്ലോട്ട് ബിറ്റ്വീൻ ln R ആൻഡ് T ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അവിടെ നോക്കൂ, y ആക്സിസിൽ ln R ആണ് വരച്ചിരിക്കുന്നത്, മാർക്ക് ചെയ്തിരിക്കുന്നത്, x ആക്സിസിൽ ടൈം. സോ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഇക്വേഷൻ 1ൻ്റെ ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ k ഈസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ്. അതുപോലെ y ഇൻ്റർസെപ്റ്റ് വിൽ ഗീവ് യു ദ വാല്യൂ ln R0. അതുപോലെ രണ്ടാമതായിട്ടുള്ള ഗ്രാഫ് നോക്കൂ, പ്ലോട്ട് ഓഫ് ലോഗ് R0 ബൈ R വേഴ്സസ് ടൈം ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതിൻ്റെ y ആക്സിസിൽ വരച്ചിരിക്കുന്നത് ലോഗ് R0 ബൈ R ആണ്, ടൈം x ആക്സിസിലും. അവിടെയും കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് വാല്യൂ k ബൈ 2.303 ആണ്. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫിക്കൽ അനാലിസിസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പ്രോബ്ലം ചെയ്യുന്ന സെഷനാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, the initial concentration of N2O5 in the following first order reaction, N2O5 gives NO2 plus half O2, was 1.24 into 10 raised to minus 2 mole liter inverse at 318 Kelvin. The concentration of N2O5 after 60 minutes was 0.20 into 10 raised to minus 2 mole liter inverse. Calculate the rate constant of the reaction at 318 Kelvin. നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുമെന്ന്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ് ലോഗ് R1 ബൈ R2 ഈസ് ഈക്വൽ ടു K T2 മൈനസ് T1 ബൈ 2.303. നേരത്തെ നമ്മൾ ln ഫോമിലാണ്, അതിനെ നമ്മൾ ലോഗ് ഫോമിലാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. സോ K ഈസ് ഈക്വൽ ടു 2.303 by T2 minus T1 log R1 by R2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. K is equal to 0.0304 മിനിറ്റ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് അസൈൻമെൻ്റ് ആണ്. അപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എക്സാമിൻ ദ ഗ്രാഫ് ഗിവൺ ബിലോ, ഐഡൻറ്റിഫൈ ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആൻഡ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ കറസ്പോണ്ടിങ് ടു ഇറ്റ്. നമ്മൾ ഇന്നിപ്പോൾ കുറേ ഗ്രാഫുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനുള്ള ഗ്രാഫ് ആരുടെയാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനും എഴുതണം. ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് ഇന്നിവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.